വേറിന്തിനങ്ങൾ കൊയ്യുകയായി കൊയ്യുകയായി വിട പറയാൻ നേരമായി വിരഹദുഃഖം തേങ്ങലായി ഇതിനക്ക് വേറിന്തിനങ്ങൾ കൊയ്യുകയായി കൊയ്യുകയായി എങ്ങനെ കാലം കരഞ്ഞ് ഓർക്കുമോ നീ ഹബീബി വേദനത്തി വേദനത്തി വേർതിരിയാൻ മാത്രമാണോ വെറുതെ നമ്മളതേറ്റതാണോ ഉത്തരമില്ലാതെ ഞാനും വിട പറയാൻ നേരമായി വിരഹദുഃഖം തേങ്ങലായി ഇതിനക്ക് വേറിന്തിനങ്ങൾ കൊയ്യുകയായി കൊയ്യുകയായി സ്നേഹസാഗരത്തിൻ്റെ സൗഹൃദതീരത്ത് ശാന്തി പകർന്നു നമ്മൾ ഒരു മനസ്സായി ഐക്യവേണ്ടി സന്ധ്യ സഹോദരങ്ങൾ സത്യധീനികൾ ഒത്തിരേനെ ഞങ്ങളെ മരണവരേണികൾ ഓർക്കലേ നിങ്ങൾ വിട പറയാൻ നേരമായി വിരഹദുഃഖം തേങ്ങലായി ഇതിലക്ക് വേറിന്തിനങ്ങൾ കൊയ്യുകയായി കൊയ്യുകയായി ഇനിയൊരു സംഗ്രാമമെന്ന ഇനിയൊരു സന്തോഷമെന്ന എന്ത് കാണും എന്ന് ചേരും എന്ന് ചെയ്യാറ് എന്ന് ചെയ്യാറ് ഹൃദയ സഹോദരങ്ങൾ എന്ന് ചെയ്യാറിൻ ശ്രോതാക്കൾ ഒത്തിരേനെ ഞങ്ങളെ മരണവരേണികൾ ഓർക്കലേ നിങ്ങൾ വിട പറയാൻ നേരമായി വിരഹദുഃഖം തേങ്ങലായി ഇതിലക്ക് വേറിന്തിനങ്ങൾ കൊയ്യുകയായി കൊയ്യുകയായി വിട പറയാൻ നേരമായി വിരഹദുഃഖം തേങ്ങലായി ഇതിലക്ക് വേറിന്തിനങ്ങൾ കൊയ്യുകയായി കൊയ്യുകയായി. ഇൻഷാ അല്ലാഹ് ഞാൻ പോകുന്നു. ഇനി ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ കണ്ടുമുട്ടിയൊന്നും എല്ലാം നാളെ രാവിലെ ഡ്യൂട്ടിക്ക് മറ്റൊരു ഡ്യൂട്ടിയിലുണ്ട്. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? മസ്നാദ്, ബഹ്റൈൻ, അൽ അൻസാർ സെന്റർ. Today upon Abasa saw a girl with golden hair. I saw her in the mud with golden hair. I saw her hobble down the aisle. She had one leg and wore a crown. But as I saw his smile, oh God, forgive me when I won.
I have 2 legs, the world is mine. With feet to take me where I go, with eyes to see the sunset's glow, with ears to hear what I didn't know. Oh God, forgive me when I want, when I want. I have 2 legs, the world is mine. I stopped to buy some candy. The man who sold it had such charm. I talked with him, he seemed so glad. If I were late, it do no harm. And as I left, he said to me, I thank you, you've been so kind. അസ്സലാമു അലൈക്കും. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇലാഹിനെ സ്തുതിച്ചു പാടും യാ അല്ലാഹ്, പുരാനെ നിൻ മഹത്വം പുകഴ്ത്തി പാടിടും. തെളിഞ്ഞ പൂനിലാവ് പോലെ എൻ മനം സ്തുതി പാടി പൂവണിഞ്ഞിതാ. ഇലാഹിനെ സ്തുതിച്ചു പാടും യാ അല്ലാഹ്, പുരാനെ നിൻ മഹത്വം പുകഴ്ത്തി പാടിടും. തെളിഞ്ഞ പൂനിലാവ് പോലെ എൻ മനം സ്തുതി പാടി പൂവണിഞ്ഞിതാ. പ്രതിഫലത്തിനധിപനാം അല്ലാഹുവേ, സർവലോക രക്ഷകൻ അല്ലാഹുവേ. പ്രതിഫലത്തിനധിപനാം അല്ലാഹുവേ, സർവലോക രക്ഷകൻ അല്ലാഹുവേ. നിന്റെ നാമമെന്നും എന്നും വാഴ്ത്തിടും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നോതിടും. ഇലാഹിനെ സ്തുതിച്ചു പാടും യാ അല്ലാഹ്, പുരാനെ നിൻ മഹത്വം പുകഴ്ത്തി പാടിടും. തെളിഞ്ഞ പൂനിലാവ് പോലെ എൻ മനം സ്തുതി പാടി പൂവണിഞ്ഞിതാ. പുണ്യകീർത്തനങ്ങൾ എന്റെ കൽബകം ബിസ്മിയിൽ തുടങ്ങിയെന്നും പാടിടും. പുണ്യകീർത്തനങ്ങൾ എന്റെ കൽബകം ബിസ്മിയിൽ തുടങ്ങിയെന്നും പാടിടും. നിന്റെ നാമമെന്നും എന്നും വാഴ്ത്തിടും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നോതിടും. ഇലാഹിനെ സ്തുതിച്ചു പാടും യാ അല്ലാഹ്, പുരാനെ നിൻ മഹത്വം പുകഴ്ത്തി പാടിടും. തെളിഞ്ഞ പൂനിലാവ് പോലെ എൻ മനം സ്തുതി പാടി പൂവണിഞ്ഞിതാ. ഇലാഹിനെ സ്തുതിച്ചു പാടും യാ അല്ലാഹ്, പുരാനെ നിൻ മഹത്വം പുകഴ്ത്തി പാടിടും. തെളിഞ്ഞ പൂനിലാവ് പോലെ എൻ മനം സ്തുതി പാടി പൂവണിഞ്ഞിതാ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, 2 വരി പാടാൻ ഉദ്ദേശിക്കുന്നു. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അസ്സലാമു അലൈക്കും. റൂഹ് പിടിക്കാനായി മലക്ക് വരുമ്പോൾ വന്നിടും നേരത്താരുഗതി, വന്നിടും നേരത്താരുഗതി. റൂഹ് പിടിക്കാൻ മലക്ക് വരുമ്പോൾ
വന്നിടും നേരത്താരുഗതി, വന്നിടും നേരത്താരുഗതി. നിന്നുടെ സമ്പത്തൊന്നുമില്ലാതെ അന്തിമയാത്രക്കുന്മുഖനായി, അന്തിമയാത്രക്കുന്മുഖനായി. കണ്ണുകളാണ്ടും പിളകൾ നീണ്ടും തൊണ്ടവരണ്ടും നിശ്ചലനായി, തൊണ്ടവരണ്ടും നിശ്ചലനായി. നിന്നുടെ സമ്പത്തൊന്നുമില്ലാതെ അന്തിമയാത്രക്കുന്മുഖനായി, അന്തിമയാത്രക്കുന്മുഖനായി. റൂഹ് പിടിക്കാൻ മലക്ക് വരുമ്പോൾ വന്നിടും നേരത്താരുഗതി, വന്നിടും നേരത്താരുഗതി. അസ്സലാമു അലൈക്കും. ഇസ്ലാഹി ഖത്തർ, ഇസ്ലാഹി ഖത്തർ മൈക്കിലേക്ക് വരൂ. നസീർ പി കെ നേരത്തെ മൈക്ക് ഇട്ടതാണോ അതോ പാട്ട് ഫുള്ള് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നുകൂടി മൈക്കിലേക്ക് വരൂ. എന്തുപറ്റി നസീർ പി കെ? നസീറോടെല്ലാം തോന്നുന്നു. ഞാൻ കുറച്ച് എഴുതിട്ട് പോവാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عما يتساءلون عن النبع العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا
إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا. ഓക്കെ, ഞാൻ പോകണം. അസ്സലാമു അലൈക്കും. നാളെ ഉർഫുകാൽ പോകണം. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്കൂർക്ക പോലെ ഒരു പാട്ട് പാടി പോയാൽ മതി ഇൻഷാ അല്ലാഹ്. നമ്മളെ MICRനെ കുറിച്ച് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. വളരെ നല്ല ഒരു പാട്ടായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഒരുപാട് ആൾക്കാർ കേൾക്കാത്തത് ഉണ്ടായിരിക്കും, എന്നാലും കേട്ടാലും മനസ്സിൽ ഒരുപാട് നല്ലൊരു രസമുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്ന് പാടുക. ശുക്കൂർക്ക കൈവക്ക്. ശുക്കൂർക്ക ഒരു പാട്ട് പാടിയിട്ട് പോയാൽ മതി. നല്ലൊരു പാട്ടാണ്, നമ്മൾ ഉസ്താദ്മാരും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള. അബു അഫ്രീനും പറയുന്നുണ്ട് ഒന്ന് പാടാൻ. ഇൻഷാ അല്ലാഹ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ശുക്കൂർക്ക അപ്പോൾ ഒന്ന് പാടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. അതൊരു ഹൈ പിച്ച് പാട്ടാണ് ഞാൻ പാടുന്നത്. നമ്മൾ ഒറ്റ പാട്ടല്ലേ? ഓക്കെ. ഇത് ഇന്റർനെറ്റിൻ യുഗമല്ലോ, അതിൽ ഇസ്ലാം ദീനും വേണമല്ലോ, സലഫിയ ദർശത്തിന ഇസ്ലാഹി റൂമും വന്നല്ലോ. ഇത് ഇന്റർനെറ്റിൻ യുഗമല്ലോ, അതിൽ ഇസ്ലാം ദീനും വേണമല്ലോ, സലഫിയ ദർശത്തിന ഇസ്ലാഹി റൂമും വന്നല്ലോ. അബൂ ഉവൈസും UK എന്നും ഹനീഫ് അബൂ മിസ്ഫർ, അബ്ദുല്ലാസും അഹ്മദും അബൂ ഇഹ്സാനും നിരവധി അനവധി പ്രഭാഷകന്മാർ നയിച്ചിരുമ്പോമാ, നിരവധി അനവധി പ്രോഗ്രാമുകളാൽ നിറഞ്ഞൊരുമാ. ഇത് ഇന്റർനെറ്റിൻ യുഗമല്ലോ, അതിൽ ഇസ്ലാം ദീനും വേണമല്ലോ, സലഫിയ ദർശത്തിന ഇസ്ലാഹി റൂമും വന്നല്ലോ. അബൂ ഉവൈസും UK എന്നും ഹനീഫ് അബൂ മിസ്ഫർ,
അബ്ദുല്ലാസുംബു അഹ്മദും അബൂ ഇഹ്സാനും നിരവധി അനവധി പ്രഭാഷകന്മാർ നയിച്ചിടും റൂമ. നിരവധി അനവധി പ്രോഗ്രാമുകളാൽ നിറഞ്ഞൊരു റൂമ. MIC സുന്നത്തെന്ത് ബിദ്അത്തെന്ത് വേർതിരിച്ചിടും. തൗഹീദല്ലിത് ശിർക്കാണെന്ന് തുറന്നു പറഞ്ഞിടും. സലഫിയത്തിൽ റമണി കുറയാതുറച്ചു നിന്നിടും. ആദർശങ്ങൾ പണയം വെക്കാതുറച്ചു പോരാടും. നിരവധി അനവധി മനിതന്മാർക്ക് ആദർശം നൽകിയറും. നിരവധി അനവധി പ്രോഗ്രാമുകളാൽ നിറഞ്ഞൊരു റൂമ. MIC ഇത് ഇന്റർനെറ്റിൻ യുഗമല്ലോ, അതിൽ ഇസ്ലാം ദീനും വന്നു. സലഫിയാദർശത്തിന് ഇസ്ലാഹി റൂമും വന്നല്ലോ. അബൂ ഉവൈസും UKM ഹനീഫ അബൂ മിസ്ഫ അബ്ദുല്ലാസുംബു അഹ്മദും അബൂ ഇഹ്സാനും നിരവധി അനവധി പ്രഭാഷകന്മാർ നയിച്ചിടും റൂമ. നിരവധി അനവധി പ്രോഗ്രാമുകളാൽ നിറഞ്ഞൊരു റൂമ. MIC നവമടവൂരി ചേകന്നൂരി ഖുറാഫി നേതാക്കൾ ഒത്തൊരുമിച്ചു ഏറ്റു പറഞ്ഞു ജിന്നെന്നൊരു വാദനം. ജിന്നും സിഹറും സലഫുകളെങ്ങനെ കേട്ടു പഠിപ്പിച്ചു. പ്രമാണം നിരത്തി പ്രമാണിമാരെ മുട്ടുവിറപ്പിച്ചു. പണ്ഡിത വേഷക്കാബാലികരെ തുറന്നു കാട്ടിയിടും. പരലോകത്തെ വിജയത്തിനാൾ ഒത്തൊരുമിച്ചിടും. MIC ഇത് ഇന്റർനെറ്റിൻ യുഗമല്ലോ, അതിൽ ഇസ്ലാം ദീനും വേണമല്ലോ. സലഫിയാദർശത്തിന് ഇസ്ലാഹി റൂമും വന്നല്ലോ. അബൂ ഉവൈസും UKM ഹനീഫ അബൂ മിസ്ഫ അബ്ദുല്ലാസുംബു അഹ്മദും അബൂ ഇഹ്സാനും നിരവധി അനവധി പ്രഭാഷകന്മാർ നയിച്ചിടും റൂമ. നിരവധി അനവധി പ്രോഗ്രാമുകളാൽ നിറഞ്ഞൊരു റൂമ. MIC അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാ ഷുക്കൂർ സാഹിബ്. ഇൻഷാ അല്ലാഹ് സഹോദരന്മാരെ, ഇന്ന് ഗൾഫിലൊക്കെ ഈദാണെങ്കിലും നാളെ ഇൻഷാ അല്ലാഹ് നാട്ടിൽ ഈദ് ആഘോഷിക്കുകയാണ്. നമ്മുടെ പിഞ്ചു മക്കളെല്ലാം നാളെ നാട്ടിൽ നിന്ന് പങ്കെടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പണ്ഡിതന്മാർ നമ്മളെ റൂമിൽ വരേണ്ടതുണ്ട്. അവരെല്ലാവരും ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയൊക്കെ ആയിട്ട് നമ്മളെ റൂമിലെത്തും. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ പണ്ഡിതന്മാരും, നമ്മൾ ഏകദേശം പണ്ഡിതന്മാരൊക്കെ ഇന്ന് വന്നു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആളുകളെല്ലാം നാളെ നമ്മളെ MICRൽ സന്നിധരാവും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ നാളെ UAE-ക്കാർക്ക് നാളെ സംഗമമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നാളെ മറ്റുള്ള രാജ്യത്തിലുള്ള ആളുകളെല്ലാവരും നമ്മുടെ MICRൽ പങ്കെടുക്കണം, നമ്മുടെ പരിപാടി വിജയിപ്പിക്കണം എന്ന് അറിയിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഏതായാലും നമ്മുടെ പ്രോഗ്രാം നടക്കട്ടെ. ആളുകൾ അവസാനിക്കുന്നവരെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രോഗ്രാം നീട്ടിക്കൊണ്ടുപോകാം. കാരണം നാളെ ലീവാണല്ലോ. ഒരു പരിധിവരെ നമുക്ക് ഇന്ന് ഈ റൂമിൽ ഒത്തുകൂടാം, ഈദ് ആഘോഷിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അസ്സലാമു അലൈക്കും. يا سياها مياد العلا أنت هاربتنا شيل في فلسطين. يا سياها مياد العلا أنت هاربتنا شيل في فلسطين. النجاة تقرب والعودة تهرب. النجاة تقرب والعودة تهرب. يا سياها مياد العلا يا سياها مياد العلا أنت هاربتنا شيل في فلسطين. النجاة تقرب والعودة تهرب. النجاة تقرب والعودة تهرب. يا سياها يا ذا العلا الأمان زالا والسعد هالا. الأمان زالا والسعد هالا. يا ناجي تقولن سائرا ينصرن هانكن تكوين هانفا. يا سياها يا سيدا يا سياها مياد العلا أنت هاربتنا شيل في فلسطين. البلاء فينا هي الدمام بانا. البلاء فينا هي الدمام بانا. بدا في بلادكم تنهجن عانفا تبكين دائما في دموعكم من عيونكم. يا سياها مياد العلا أنت هاربتنا شيل في فلسطين. يا سياها مياد العلا أنت هاربتنا شيل في فلسطين. النجاة تقرب والعودة تهرب. النجاة تقرب والعودة تهرب. يا سياها مياد العلا يا سياها مياد العلا أنت هاربتنا شيل في فلسطين. يا سياها مياد العلا أنت هاربتنا شيل في فلسطين. السلام عليكم. കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും കേൾക്കുന്നുണ്ടോ? بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا لحاج وتب. السلام عليكم. സഹോദരന്മാരെ, കൈപൊക്കിയവരെല്ലാവരും ഒന്ന് ക്ഷമിച്ചു നിൽക്കാൻ. നമ്മുടെ പൂനൂരിൽ നിന്ന് നമ്മുടെ ബഹുമാന്യ പണ്ഡിതൻ പൂനൂർ അഷ്റഫ് മൗലവി എത്തിയിട്ടുണ്ട്. അഷ്റഫ് മൗലവിക്ക് ഒന്ന് മൈക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ക്ഷമ കാണിക്കണം. ഉസ്താദിനെ കണ്ടിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. ഇതെല്ലാം ശബ്ദമൊന്ന് കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അബൂ ഹുസൈൻ നമ്മളെ ഉസ്താദിനൊന്ന് കൊടുക്കല്ലേ? പൂനൂർ ഉസ്താദ് ഒന്ന് മൈക്കിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. ഉസ്താദ് കൈതാത്തിയോ? പൂനൂർ ഉസ്താദ് എടുത്തോളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആ ശബ്ദം ഒന്ന് കേൾക്കാൻ വളരെ ആഗ്രഹമുണ്ട്. പൂനൂർ ഉസ്താദ് എടുക്കും.
പാട്ട് പാടില്ല തന്നെ നിങ്ങളെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് എന്നൊക്കെ വിളിച്ച സാരല്ല. അഷ്റഫ് എടുത്തോളൂ, പൂനൂര് അഷ്റഫ് എടുത്തോളൂ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, കേൾക്കുന്നുണ്ടോ? സഹോദരന്മാരെ കേൾക്കുന്നുണ്ടോ? ഓക്കെ, മാഷാ അല്ലാഹ്. നാട്ടിലെ സമയം ഏകദേശം 1:30 ആവാറായി. ഞാൻ നാളെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ ഇങ്ങനെ അതിന്റെ പണിയിലായിരുന്നു. എപ്പോഴും അതിന്റെ മുമ്പിലേക്ക് വന്നത്. അതിന് നേരത്തെ ഉണ്ടായിരുന്നു. എന്തായാലും ഗൾഫിലുള്ള ആളുകളൊക്കെ പെരുന്നാൾ ആഘോഷിച്ച് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ ആഘോഷിക്കും. പാട്ട് പാടാനുള്ള കഴിവ് എന്തായാലും എനിക്കില്ല, നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് പാട്ട് പാടാൻ വേണ്ടിയിട്ട് കൈപൊക്കിയ ആളുകൾക്ക് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഇതിനൊരു ഉസ്താദ് തന്നെയാണ്. എന്താ വിചാരിച്ച് നമ്മളെ റൂമിൽ മാല പാടിക്കൊണ്ട് ഖുറാഫികൾക്ക് വേണ്ട രീതിയിലൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ആളാണ്. പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ ഉള്ളു ഉസ്താദ് എന്ന് പറയാ. നെല്ലിക്കുത്ത് വഴിയേക്ക് വരെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു ഈ മാല. അപ്പോ മാത്രല്ല, ഈ റൂം തുടങ്ങാൻ ആദ്യഘട്ടത്തിൽ ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ബൈലക്സിലൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോ 1 മണിക്കൂറൊക്കെ അന്ന് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ സീഡിലും ചിലപ്പോ ഞാനൊന്ന് ക്വസ്റ്റ്യൻ ആൻസർ പറയും. ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടുമ്പോ ഒരാള് അമേരിക്കയിലും സ്പെയിനിലും ജർമ്മനിയിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള കുറെ ഇത് മലയാളികൾ, ഇതുപോലുള്ള മലയാളികൾ, പ്രവാസി മലയാളികളായിട്ടുള്ള ആളുകൾക്ക് മയ്യത്ത് സംസ്കരണം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോ മയ്യത്ത് സംസ്കരണം എടുക്കുന്ന ഓർക്കുന്നുണ്ടായിരിക്കും തോന്നുന്നു. ഒരു റമദാനില അഷ്റഫ് പൂനൂർ ഒരു മയ്യത്ത് സംസ്കരണം ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങനെ മയ്യത്ത് സംസ്കരണം എങ്ങനെയൊക്കെയാണ് അതിന്റെ മുറകൾ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഖുർആൻ ഓതാൻ പറ്റുമോ മയ്യത്തിന്റെ അവിടെ ഇങ്ങനെ ഇത് ചില തോന്നുന്ന ചോദ്യങ്ങൾ ഇയാൾ എന്താ വകുപ്പില്ല അറിയാൻ വേണ്ടിയിട്ട്. അപ്പോ അന്ന് തുടങ്ങിയ അങ്ങനെ അൽഹംദുലില്ലാ നമുക്ക് പറ്റിയ ആദർശബോധമുള്ള സഹോദരനാണ് എന്ന് മനസ്സിലായപ്പോൾ അന്ന് ഞാനും അഷ്റഫ് പൂനൂരും അതുപോലെ തന്നെ നമ്മുടെ സഹോദരൻ സാദിഖ് TP കണ്ണൂർ, STP കണ്ണൂർ, ഞങ്ങൾ 3 പേരും കൂടി അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം കൂടുതൽ വിപുലമാക്കി. അങ്ങനെ ഈ ആദർശ കൂട്ടായ്മ ഒരുപാട് സഹോദരങ്ങളുടെയും ഒരുപാട് പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും ആശീർവാദത്തോടുകൂടി ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളുടെ ഫലമായിക്കൊണ്ട് ഈ നിലയിൽ വളർന്ന് പന്തലിച്ച് അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. ഞാനിത് ഏതെങ്കിലും രീതിയിൽ പഴയ ഒരു എന്തെങ്കിലും മേന്മ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അഷ്റഫ് പൂനൂരൊക്കെ ഈ റൂമിന് വേണ്ടി, റൂമിന്റെ ഈ ആദർശ കൂട്ടായ്മക്ക് വേണ്ടി, റൂമ് വിഷയമല്ല, ഈ ആദർശ പ്രബോധനം, റൂം എന്ന് പറയുന്നത് ഒരു മാധ്യമമാണ്. ഈ റൂമ് നാളെ പൂട്ടി പോയാൽ, ബൈലക്സ് അടച്ചു പോയാലും ഈ ആദർശ പ്രബോധനം ഉണ്ടാവും. പാൽത്താക്ക് ഇതുപോലെ ഉണ്ടായിരുന്നു, അത് അടച്ചുപൂട്ടിയപ്പോ വേറൊരു മാർഗം, അത് ബൈലക്സ്, അതുപോലെ ഇത് ഏതായാലും വേറെ എന്തെങ്കിലും ഉണ്ടാവും. ഈ ആദർശ പ്രബോധനം ഒട്ടും ഒരിക്കലും നിലക്കുവാൻ പാടുള്ളതല്ല. എന്തായിരുന്നാലും ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഹോദരൻ സാദിഖ് TP, അദ്ദേഹത്തിന് സുഖമില്ല, പനി ആണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒന്ന് മൈക്കിൽ ഒന്ന് വായോ എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ എന്റെ ഏറ്റവും വളരെ അധികം അടുത്ത ആദർശ ബോധമുള്ള, എല്ലാ നിലക്കും ആദർശബോധമുള്ള സജീവമായ സാന്നിധ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരൻ സാദിഖ് TP, ഞാൻ എപ്പോഴും അദ്ദേഹത്തെ ഓർക്കുകയാണ്. നല്ല ശൈലി കൊണ്ട് ലേഖനങ്ങളൊക്കെ എഴുതിയിരുന്ന ആ സഹോദരൻ നാട്ടിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകി എല്ലാ നിലക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം. സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒരുപാട് സഹോദരങ്ങളുണ്ട്. എല്ലാവരും മൈക്കിലേക്ക് വരിക. സാദിഖ് കുഴപ്പമൊന്നുമില്ല, പനിയും തലവേദന, പനിയൊക്കെ ഉള്ളു, കോൾഡും പനി, അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പനി എന്ന് പറയുന്നത് നല്ലതാണെന്നാണ് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളത്.
നമ്പർ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട്. എന്നായിരുന്നാലും ശരി, എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, അഷറഫ് പുനൂരിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. അടുത്ത ആള് മൈക്കിലേക്ക് വരും. ഇസ്ലാമിക് ഖത്തർ കുറഞ്ഞേരായി, ഇല്ലെങ്കിൽ AT കരീം, നമ്മുടെ സഹോദരൻ AT കരീം മൈക്കിലേക്ക് വരും. بسم الله الرحمن الرحيم والسماء والطارق وما أدراك ما الطارق النجم الثاقب إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا. صدق الله. അസ്സലാമലൈക്കും. സുഹൃത്തുക്കളെ, ഞാനല്ല വധീതി, നമ്മളെ റൂമിലെ റൂം മെമ്പറാണ് വധീതി. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന് സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഏതായാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മിസാദ് മൈക്കിലേക്ക് വരാം. മിസാദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കരീംക സത്യം മനസ്സിലാക്കുക എന്നല്ല, സത്യം പറഞ്ഞു കൊടുക്കാനേ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. സത്യം ഹിദായത്ത് കൊടുക്കേണ്ടവൻ അള്ളാഹു ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് റൂംമേറ്റ് ആണെങ്കിൽ ഹിദായത്തിലായിട്ടില്ലെങ്കിൽ നമ്മളെ ഹിദായത്തിലാകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നമ്മൾ പണിയെടുക്കേണ്ടത് സത്യം പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രമാണ്. അള്ളാഹു മാത്രമാണ് ഹിദായത്തിലാക്കേണ്ട ആള്. അതുകൊണ്ട് നമ്മൾ അതിന് പ്രാർത്ഥിക്കുക, അതിന് നമ്മൾ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى كلا إنها تذكرة فمن شاء ذكره في صحف مكرمة مرفوعة مطهرة بأيدي سفرة كرام
قتل الإنسان ما أكفر من أي شيء خلق من نطفة خلقه فقدر ثم السبيل يسر ثم ماته فأقبر ثم إذا شاء أنشر كلا لما يقض ما أمر فلينظر الإنسان إلى طعامه أنا صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم فإذا جاءت الصاخة يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه وجوه يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. السلام عليكم ورحمة الله وبركاته. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ, ഞാൻ മുജീബ് റഹ്മാൻ കുവൈത്തിൽ നിന്നാണ്. ഒരു ഇസ്ലാമിക് സോങ് പാടാൻ. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ കാട്ടിയ മാർഗം, അവരെ തുടർന്നു സ്വാലിഹീങ്ങൾ ജീവിച്ച മാർഗം, അതിലൂടെ ഞങ്ങളെ നടത്തിടേണേ റഹീമേ. അതിനായി സംഗതം കരഞ്ഞിടാം പെരിയോനെ. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. നമ്രൂദിൻ തീക്കളത്തിൽ കരിയാത്ത തൗഹീദ്, ബദറിൽ സ്വഹാബിമാർക്ക് കരുത്തായ തൗഹീദ്. അല്ലാഹുവിന് മാത്രം നമ്മുടെ ഇബാദത്ത്, വേണ്ട അവങ്കലേക്ക് മധ്യവർത്തി നമുക്ക്. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. കരളിന്റെ ഉള്ളിലുള്ളതറിയുന്നവനല്ലാഹ്, അല്ലാതെ ആരും കൽബിലെ രഹസ്യമറിയില്ല. കരളിന്റെ ഉള്ളിലുള്ളതറിയുന്നവനല്ലാഹ്, അല്ലാതെ ആരും കൽബിലെ രഹസ്യമറിയില്ല.
ഖബറിൽ ശയിച്ചിടുന്നവരറിയില്ലയൊന്നുമേ, ഖബറാളിയോടു തേടുവാൻ തെളിവില്ല എങ്ങുമേ. ഖബറിൽ ശയിച്ചിടുന്നവരറിയില്ലയൊന്നുമേ, ഖബറാളിയോടു തേടുവാൻ തെളിയില്ല എങ്ങുമേ. ഖുർആൻ വിളിച്ചിടുന്നു നമ്മെ നന്മയിലേക്ക്, നേരായ പാത കാട്ടിടുന്നു ജന്നത്തിലേക്ക്. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ കാട്ടിയ മാർഗം, അവരെ തുടർന്ന് സ്വാലിഹീങ്ങൾ ജീവിച്ച മാർഗം, അതിലൂടെ ഞങ്ങളെ നടത്തിടേനെ റഹീമേ. അതിനായി സംഗതം കരഞ്ഞിടാം പെരിയോനെ. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടോ? رمضان 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 أنسى لك عدا أنزلت في ظلمات الإسلام. السلام عليكم. ഇസാഖ് സാഹിബ് മൈക്കെടുത്തോളൂ. ഇസാഖ് സാഹിബ് നേരത്തെ പിന്നെ ക്യൂ ഒന്നും ഇല്ലെന്ന് ചോദിച്ചിരുന്നു. ഇസാഖ് ഖത്തറുണ്ടോ? എന്താണ് ഇസ്ലാഹ് ഖത്തർ അല്ലേ? ഇസ്ലാഹ് ഖത്തർ ഇസാഖ് അല്ലേ? ഇസ്ലാഹ് ഖത്തർ ഉണ്ടെങ്കിൽ കൈ പൊക്കിക്കോളൂ, എടുത്തോളൂ, മൈക്ക് എടുത്തോളൂ. നേരത്തെ ക്യൂ ഒന്നും ഇല്ലെന്ന് ചോദിച്ചിരുന്നു. നിങ്ങൾ മൈക്ക് എടുക്കാത്തതുകൊണ്ടാണ് മറ്റുള്ള ആളുകൾ എടുക്കുന്നത്. ഇസ്ലാഹ് ഖത്തർ ഉണ്ടോ? ഇല്ലല്ലേ? ഓക്കെ. അപ്പോൾ ഡോട്ടിട്ട് താഴെ വരുമ്പോഴാണ് പിന്നെ അറിയാം ആളുണ്ടോ ഇല്ലെന്ന്. ചിലപ്പോൾ കൈ പൊക്കി പോകുന്നതാണ്. ഇനി മുന്ന ഷാജൻ ഓക്കെ എടുത്തോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കാവോ? ഓക്കെ. മൂസമോൻക ക്ഷമിക്കണം, മൂസറി ഈ പാട്ട് പാടണ്ട പറഞ്ഞ മുടിപ്പാട്ട് ഞാൻ എഴുതി ഉണ്ടാക്കിയതാണ്. കുറെ പാട്ടുകാരെ പിന്നാലെ നടന്ന് അങ്ങനെയൊക്കെ നടന്നിരുന്ന ആളാ. അപ്പോ ഇപ്പോ ഈ ഒരു കൊല്ലത്തിൽ വരുന്ന ഈ പെരുന്നാളിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ക്ഷമിക്കുക. ഞാൻ കുറെ ആള് പി എമ്മിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പാടട്ടെ. ഓക്കെ. അവിടുന്ന് മുടിയത് വാങ്ങി കയ്യിലെ വേലകൾ തെരുവിലിറക്കി, അങ്ങനെ കൂട്ടര് കൂട്ടാടുന്നൊരു കേരളനാട്. ഇന്ന് മുടിയും പേറി നടന്നീ കൂട്ടര് മുടിക്കണനാട്. അവിടുന്ന് മുടിയത് വാങ്ങി കയ്യിലെ വേലകൾ തെരുവിലിറക്കി, അങ്ങനെ കൂട്ടര് കൂട്ടാടുന്നൊരു കേരളനാട്. ഇന്ന് മുടിയും പേറി നടന്നീ കൂട്ടര് മുടിക്കണനാട്. പറഞ്ഞൊരു തനതും കൈകളിലില്ല, പറയുവാൻ കഥകൾ ബാക്കിയുമില്ല. ഇനിയും കൂട്ടര് കാട്ടണ കോലം ഒന്നിത് കേൾക്ക്. അവിടുന്ന് മുടിയത് വാങ്ങി കയ്യിലെ വേലകൾ തെരുവിലിറക്കി, അങ്ങനെ കൂട്ടര് കൂട്ടാടുന്നൊരു കേരളനാട്. ഇന്ന് മുടിയും പേറി നടന്നീ കൂട്ടര് മുടിക്കണനാട്. മുടി തന്നവനോ മിണ്ടുന്നില്ല, അവരുടെ കയ്യിലുള്ള ഡ്രസ്സില്ല. ഒടുവിലൊരുവന് പെട്ടിയും കെട്ടി ഇറങ്ങുന്ന രാത്രി. ജീശ കയ്യിൽ ബാഗും തൂക്കി നടന്നു സനതും തേടി. തെരുവിലങ്ങ് നടന്നൊരു പയ്യൻ ചെല്ലി പിടിച്ചതു വാളെ തന്നെ. അവനും കയ്യിൽ മുടിയും തൂക്കി നാട്ടിൽ വന്നു. പിന്നെ ഊരപ്പാട്ടും പാടി നടന്ന തുടരുന്നേരെ. അവിടുന്ന് മുടിയത് വാങ്ങി കയ്യിലെ വേലകൾ തെരുവിലിറക്കി, അങ്ങനെ കൂട്ടര് കൂട്ടാടുന്നൊരു കേരളനാട്. ഇന്ന് മുടിയും പേറി നടന്നീ കൂട്ടര് മുടിക്കണനാട്. പാടും പാടും
നബിയുടെ മുടിയോ ഏറുമ്പോ മാറുന്നതാണ് മുടിയോ ആരുടെ കയ്യിലതാണ് തമ്പ് വെച്ചു മടങ്ങി തൗബ ചൊല്ലിനാടിനെ കട്ടുമുടിക്കണതൊന്നിത് നിർത്തി പാടുമ്പോ ആടുന്ന നബിയുടെ മുടിയോ ഏറുമ്പോ മാറുന്നതാണ് മുടിയോ ആരുടെ കയ്യിലതാണ് തമ്പ് വെച്ചു മടങ്ങി തൗബ ചൊല്ലിനാടിനെ കൊട്ടുമുടിക്കണതൊന്നിത് നിർത്തി അവിടെ നിന്ന് വരുന്ന മുടിയത് വാങ്ങി കയ്യിലെ വേലകൾ തെരുവിലിറക്കി അങ്ങനെ കൂട്ടാകുന്നൊരു കേരളനാട് ഇന്ന് മുടിയും പേറി നടങ്ങി കൂട്ടര് മുടിക്കണനാട്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ അബു ഇസാന് കമാൻഡ് ഒന്നുമില്ലേ? മാഷാഅല്ലാ, വെരി വെരി ഗുഡ് ആയിട്ടുണ്ട്. ഇത് റെക്കോർഡ് ചെയ്തിട്ടില്ലേ സഹോദരന്മാരെ? അബു അഫ്രീൻ റെക്കോർഡ് ചെയ്തോ? ഇത് നമുക്ക് ആവശ്യം വരും. മാഷാഅല്ലാ, ഇത് വൈകിച്ചാൽ നമുക്ക് പ്രയാസമുണ്ട്. അബു ഇസാന്റെ കമാൻഡ് കൂടി ഇത് കേൾക്കാം ഇൻഷാല്ലാ. മാഷാഅല്ലാ, വളരെ ഉഷാറായിട്ടുണ്ട്. ഓക്കെ, അബു ഇസാൻ ഇല്ലേ? ശബ്ദം കേൾക്കുന്നില്ലേ? അത് കൈ പൊക്കിക്കൊണ്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകുന്നൊരു പരിപാടി ഉണ്ട് അബു ഇസാന്. ഓക്കെ, ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത്? മാഷാഅല്ലാ, നമ്മുടെ മുന്ന സാഹിബ് ഇന്ന് ഒരുപാട് ഗാനങ്ങൾ ഇതുപോലെ നല്ല പാട്ടുകൾ ഇന്ന് അവതരിപ്പിച്ചിരുന്നു. ഇത് വളരെ ഉഷാറായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم. أعوذ بالله من الشيطان الرجيم. هو الذي يريكم آياته وينزل لكم من السماء رزقا وما يتذكر إلا من ينيب فادعوا الله مخلصين له الدين ولو كره الكافرون رفيع الدرجات ذو العرش يلقي الروح من أمره على من يشاء من عباده لينذر يوم الطلاق يوم هم لا يفعل الله منهم شيء لمن الملك اليوم لله الواحد القهار اليوم تجزى كل نفس بما كسبت لا ظلم اليوم إن الله سريع الحساب وأنذرهم يوم الآزفة إذ القلوب لدى الحناجر كاظمين ما للظالمين من حميم ولا شفيع يطاع يعلم خائنة الأعين وما تخفي الصدور والله يقضي بالحق والذين يدعون من دونه لا يقضون بشيء إن الله هو السميع البصير أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين كانوا من قبلهم كانوا هم أشد منهم قوة وآثارا في الأرض فأخذهم الله بذنوبهم وما كان لهم من الله من واق ذلك بأنهم كانت تأتيهم رسلهم بالبينات فكفروا فأخذهم الله إنه قوي شديد العقاب
ولقد أرسلنا موسى بآياتنا وسلطان مبين إلى فرعون وهامان وقارون فقالوا ساحر كذاب. السلام عليكم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, നമ്മുടെ റൂമിൽ ഇന്ന് എത്താൻ പറഞ്ഞിരുന്ന ഹുസൈൻ സലഫി എത്തിയിട്ടില്ല. ഇൻഷാല്ലാഹ് ഇന്ന് എത്തിയില്ലെങ്കിൽ നാളെ ഇൻഷാല്ലാഹ് അദ്ദേഹം നമ്മുടെ റൂമിലെത്തും. നമ്മൾ പ്രാർത്ഥിക്കുക. സഹോദരന്മാരെ, നമ്മളൊരു കാര്യം ആലോചിക്കണം. ഞാൻ പറഞ്ഞ് കേൾക്കുന്നില്ലേ? പൂനൂര് ശബ്ദം കേൾക്കുന്നില്ലേ? സൗണ്ട് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇൻഷാല്ലാഹ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, MICRന്റെ നിന്ന് പോയ പല ആളുകളും ഒരു 3 അക്കം തേക്കാനും അതുപോലെ ഒരു കുട്ടിയെങ്കിലും പാട്ട് പാടിക്കാനോ ഒരു ഖിറാത്ത് നടത്താനോ വേണ്ടി കെഞ്ചിക്കൊണ്ടിരിക്കുന്ന, തൊണ്ട വരണ്ടു നിൽക്കുന്ന ഈ സമയത്ത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം എന്ന് പറയട്ടെ, ഞാൻ അഹങ്കാരം പറയുകയല്ല, MICRനെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹം വാരി തന്നിരിക്കുന്ന ഒരു റൂമാണ് ഇതെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ മനസ്സിലാക്കണം. ഈ പാതിരാ സമയത്ത് പോലും നമ്മൾ 137 ഐഡികൾ 11 മണിന്റെ ശേഷം പെരുന്നാളിന്റെ സമയത്തും നമ്മൾ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം മഗ്‌രിബിന്റെ ശേഷം തുടങ്ങിയ പ്രോഗ്രാം ഇതുവരെ അവസാനിക്കാതെ നമ്മൾ ഇവിടെ എത്തിച്ചു. ഇനിയും നാളെ 11 മണി വരെ രാത്രിയാണ് നമ്മൾ സമയം കണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം നമുക്ക് ചൊരിഞ്ഞു തന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഹക്ക് ഇവിടെയാണ്, ഹക്കിന്റെ കൂടെയാണ് നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പുറത്ത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയ പല ആളുകൾക്കും ഒരു 3 അക്കം തേക്കാൻ, ആളുകളെ തേക്കാനും ഒരു കുട്ടിയെങ്കിലും ഒരു പാട്ട് പാടാനും കിട്ടുമെങ്കിൽ എന്ന് കൊതിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അപ്പുറത്തുണ്ട്. പക്ഷെ നമ്മുടെ റൂമിൽ ഒരുപാട് സമയമായിട്ട് കൈപൊക്കിയിട്ട് ആളുകൾക്ക് മൈക്ക് കിട്ടാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത് അഹങ്കാരത്തോട് കൂടി പറയുകയല്ല, അള്ളാഹുവിനെ സ്തുതിക്കാം. അൽഹംദുലില്ലാ. നമ്മൾ പ്രാർത്ഥിക്കുക, സത്യമായിട്ട് തന്നെ നിലനിൽക്കട്ടെ, സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അള്ളാഹുവിനോട് വീണ്ടും പ്രാർത്ഥിക്കുക, അള്ളാഹുവെ സത്യത്തിന് കൂടെ അടിയുറച്ച് നിൽക്കാനും അത് നിലനിൽക്കാനും വേണ്ടി നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് വിജയിക്കുകയുള്ളൂ. അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫഹീം അവിടെ ഉണ്ടോ? ഫഹീം, മൈക്ക് വേണോ? താങ്കൾക്ക് മൈക്ക് വേണമെങ്കിൽ ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഉണ്ടെങ്കിൽ ഒന്ന് എസ് അടിക്കാം. ഇല്ല. ഇസ്മായിൽക്ക് പറഞ്ഞതുപോലെ അൽഹംദുലില്ലാ വളരെ നല്ല രീതിയിൽ വളരെ വിജയകരമായി തന്നെ നമ്മൾ ഇന്നലെ രാത്രി മുതൽ തുടങ്ങി വെച്ച പരിപാടി ഇതുവരെ എത്തി നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ടും ആ തരത്തിൽ തന്നെ നീങ്ങുമെന്നാണ് പ്രതീക്ഷ. കാരണം ഈ വൈകിയ വേളയിലും നമ്മുടെ റൂമിൽ മൈക്ക് എടുക്കാൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം നമുക്ക് ഓർമ്മിക്കാനുള്ളത്, മുൻകഴിഞ്ഞ പെരുന്നാൾ പ്രോഗ്രാമിലൊക്കെ നമ്മുടെ അഭിവന്ദനായ നമ്മുടെ പ്രിയ സഹോദരൻ ആലപ്പുഴ അനീഫ്ക പൊതുവെ നമ്മുടെ റൂമിൽ സജീവമായി ഉണ്ടാകാറുണ്ടായിരുന്നു. പക്ഷെ ഈ പെരുന്നാളിൽ അദ്ദേഹം നാട്ടിലായതുകൊണ്ട് അങ്ങനെ അത്ര സജീവമായി പങ്കെടുക്കാൻ പറ്റിയില്ല. അതുകൂടാതെ അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് എന്ത് വന്നു കഴിഞ്ഞാലും ഒരു പാട്ട് പാടാതെ പോകാറില്ല. അപ്പോ അതിന്റെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഇവിടെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കൾ ക്ഷണിക്കുക.
സഹോദരന്മാരെ, ഇത് പിന്നെ കേൾപ്പിച്ച് എന്താണെന്ന് വെച്ചാൽ അതാണ് ഹനീഫ. ചിരിക്കേണ്ട സമയത്ത് കരയുകയും കരയേണ്ട സമയത്ത് ചിരിക്കുകയും ചെയ്യുന്ന ആളാണ്. ഏതായാലും അവനില്ലാത്ത സ്ഥിതിക്കത് പറയാൻ പറ്റില്ല. ഏതായാലും അത് ഹനീഫന്റെ ഒരു വ്യത്യസ്ത ഗാനമായതുകൊണ്ട് കേൾപ്പിച്ച സഹോദരന്മാർ. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോഴും ഞാൻ പാടും ഇൻഷാല്ലാ. ഞാൻ നാളെ ഇൻഷാല്ലാ നമ്മുടെ പാട്ടൊക്കെ ഉണ്ടാവും. അവസാനിപ്പിക്കുകയാണ്. മറ്റുള്ള ആളുകൾ